അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങൾ മദീനയിലെ മസ്ജിദുൻ നൂറിലാണത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് മുമ്പ് കുറച്ച് ആളുകളെ മദീനയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഈ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിലേക്ക് പറഞ്ഞയച്ചിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ അടക്കമുള്ള ഒരുപാട് അസ്ഹാബികൾ ഈ മദീനയുടെ മണ്ണിൽ വരികയും ഇവിടെയുള്ള ആളുകളെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. അതിനു വേണ്ടി തെരഞ്ഞെടുത്ത ഔസ് ഗോത്രക്കാരുടെ ഒരു തോട്ടമാണിത്. ഇവിടെ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങളിലുണ്ട്. അതുപോലെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം മസ്ജിദുൻ നൂറി എന്ന് പറയും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇവിടെയുള്ള ആളുകൾക്ക് സഹാബത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി സമയത്ത് രണ്ട് മുത്താലിമീങ്ങൾ ദർസ് പഠിക്കുന്ന ആളുകളെ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ വെളിച്ചമില്ല. അവർക്ക് വേണ്ടി ഒരു വടിയെടുത്തുകൊണ്ട് 2 കഷ്ണമാക്കി അവരുടെ കയ്യിൽ കൊടുക്കുകയും ആ വടി ടോർച്ച് പോലെ പ്രകാശിച്ചു എന്ന് ചരിത്രങ്ങളിലുണ്ട്. ആ പ്രകാശത്തിന്റെ പേരിലാണ് മസ്ജിദുൻ നൂർ എന്നുള്ള പേര് ഈ പള്ളിക്ക് വീണത് എന്ന് പറയപ്പെടുന്നു. ഏതാണെങ്കിലും ഇവിടെ ഒരു കിണറുണ്ട്, ബിഅറുൽ ഹജീം എന്നാണ് ആ കിണറിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചു എന്നും ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. ഇതാണ് ബിഅറുൽ ഹജീം. നമ്മുടെ പള്ളിക്ക് മസ്ജിദുൻ നൂർ എന്നും അതുപോലെ മസ്ജിദുൽ അസബ, മസ്ജിദുൽ ഹജീം എന്നൊക്കെ ഒരുപാട് പേരുണ്ട്. ഈ കിണറിന്റെ പേരാണ് ബിഅറുൽ ഹജീം എന്ന് പറയപ്പെടുന്നത്.